ക്യാൻസർ രോഗിയായ പ്രായമായ അച്ഛനെയും അമ്മയും വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട പൊന്നോമന മക്കൾക്ക് 8ന്റെ പണി നൽകി സബ് കളക്ടർ. വൃദ്ധ ദമ്പതികളുടെ 3 മക്കളുമാണ് ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത്. എല്ലാ മാസവും 10-ാം തീയതിക്ക് മുൻപായി 10,000 രൂപ തുല്യമായി മാതാപിതാക്കളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കണം എന്നാണ് സബ് കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നത്. തിരുവനന്തപുരം വർക്കല ഐരൂരിലാണ് വൃദ്ധ മാതാപിതാക്കളെ വീട്ടിൽ നിന്നും പുറത്താക്കിയ സംഭവത്തിൽ ഇപ്പോൾ കളക്ടർ മക്കൾക്ക് പണി കൊടുത്തത്. മാതാപിതാക്കളുടെ മരുന്ന്, ഭക്ഷണം, വസ്ത്രം എന്നിവയ്ക്ക് ചിലവാകുന്ന തുക മക്കൾ 3 പേരും തുല്യമായി തന്നെ നൽകി സംരക്ഷണം ഉറപ്പാക്കണം എന്നാണ് കളക്ടറുടെ ഉത്തരവ്. അതുമാത്രമല്ല, മാതാപിതാക്കൾ താമസിക്കുന്ന വീട്ടിൽ അവരുടെ സ്വൈര ജീവിതത്തിന് തടസ്സം നിൽക്കാൻ ആരും പോകരുത് എന്നും കളക്ടർ ഉത്തരവിൽ പറയുന്നു. ഈ ഉത്തരവിന്റെ പകർപ്പ് ഇപ്പോൾ മാതാപിതാക്കൾക്ക് കൈമാറിയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്തതിന് പിന്നാലെ മകൾ വീടിന്റെ താക്കോൽ മാതാപിതാക്കൾക്ക് കൈമാറിയിരുന്നു. വീട്ടിൽ നിന്ന് വൃദ്ധ മാതാപിതാക്കളെ പുറത്താക്കിയ സംഭവത്തിൽ മകളെയും മരുമകനെയും പ്രതി ചേർത്താണ് ഐരൂർ പോലീസ് കേസെടുത്തത്. ഐരൂർ തൃമ്പല്ലൂർ ക്ഷേത്രത്തിന് സമീപം വൃന്ദാവനത്തിൽ 72-കാരിയ സുഷമ, ക്യാൻസർ രോഗിയായ ഭർത്താവ് 79-കാരനായ സദാശിവൻ എന്നിവരെയാണ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് വീടിന് പുറത്താക്കി മകൾ ഗേറ്റ് പൂട്ടിയത്. ഈ പരാതിയിലാണ് മകൾ സിജി, വയനാട്ടിൽ ഫാർമസിസ്റ്റായി ജോലി ചെയ്യുന്ന ഭർത്താവ് ബാബുലേൻ എന്നിവർക്കെതിരെ പോലീസ് നിയമ നടപടി സ്വീകരിച്ചത്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമത്തിന്റെ 24-ാം വകുപ്പും വഞ്ചനാപരമായ പ്രേരണ, തെറ്റായ വാഗ്ദാനങ്ങൾ, പ്രധാനപ്പെട്ട വസ്തുവകൾ മറയ്ക്കൽ എന്നിവ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തത്. ഇതിന് പിന്നാലെയാണ് ഈ സംഭവത്തിൽ കളക്ടർ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു നിയമ നടപടി ഉണ്ടായിരിക്കുന്നത്. അതേസമയം വാർദ്ധക്യമെന്നത് ചിലർക്ക് മാത്രം വരുന്ന ഒരു അവസ്ഥയല്ലെന്ന് ഓർക്കുക. ഈ ഭൂമിയിൽ പിറന്ന എല്ലാ മനുഷ്യരും നടന്നെടുക്കുന്നത് അങ്ങോട്ട് തന്നെയാണ്. കൂട്ടുകുടുംബ വ്യവസ്ഥകൾ അണുകുടുംബങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിതം ഏറ്റവും ക്ലേശകരമായി തീർന്നിരിക്കുന്നത് സ്വാഭാവികമായും വൃദ്ധജനങ്ങൾക്കാണ്. വൃദ്ധരായ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കൾക്കായി ഡോക്ടർ അനുജ ജോസഫ് അന്ന് കുറിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇപ്പോൾ വൈറലാവുകയാണ്. വീട്ടിലെ പട്ടിക്ക് പോലും തങ്ങളെക്കാളുമേറെ പരിഗണന കിട്ടുന്നുണ്ടെന്ന് ഏതെങ്കിലും വൃദ്ധ മാതാപിതാക്കൾ പറയുന്നുണ്ടെങ്കിൽ അത് ശരിവെക്കുന്ന വിധമാണ് അടുത്തിടെ നടന്ന പല ദാരുണ സംഭവങ്ങളും. വൃദ്ധ മാതാപിതാക്കളെ തെരുവിൽ തനിച്ചാക്കി കടന്നു കളയുന്ന മക്കൾക്കെതിരെ പ്രതികരിക്കാൻ വലിയ മടിയാണ്. അതിപ്പോ ഇത്ര വലിയ സംഭവമാക്കാൻ എന്നായിരിക്കുന്നു? ഓൾഡ് മാൻ, ലേഡി, പുവർ പീപ്പിൾ ഫൈറ്റ് കഴിഞ്ഞു. ഇടയ്ക്കൊക്കെ മനുഷ്യ സ്നേഹമാകാട്ടോ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നായ്ക്കൾക്ക് മേൽ ഉടമസ്ഥൻ നടത്തിയ ഒരു ക്രൂരതയ്ക്കെതിരെ ശബ്ദമുയർത്തിയത് കണ്ടപ്പോൾ സന്തോഷം തോന്നി. പ്രതികരണശേഷി നഷ്ടപ്പെടാത്ത കുറച്ചു പേരെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം. എന്നാൽ വർഷങ്ങൾ തങ്ങളെ പോറ്റിയ കരങ്ങളെ, മാതാപിതാക്കളെ തെരുവിൽ വലിച്ചെറിയുന്ന മക്കൾക്കെതിരെ ആർക്കും ഒരു രോഷവുമില്ല. കണ്ടില്ല എന്ന് നടിച്ചങ്ങ് പോവുക, അത്രമാത്രം. എന്നാൽ ചെറിയൊരു ശതമാനം അങ്ങനെയല്ല താനും. അതിനർത്ഥം വൃദ്ധരായ മാതാപിതാക്കളെ ഉപേക്ഷിക്കുക എന്നല്ല. മക്കളായ നമ്മൾ ഓരോരുത്തരെയും കുറവ് നോക്കിയല്ല അവർ വളർത്തിയിട്ടുണ്ടാവുക. അവരുടെ ആവശ്യങ്ങൾ മാറ്റിവെച്ച് നമുക്ക് വേണ്ടി ജീവിച്ചരാകും. അവരെ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം അവരെ സ്നേഹിക്കാൻ മടി കാണിക്കരുത്. പറയാറില്ലേ, കണ്ണിരിക്കുമ്പോൾ കണ്ണിന്റെ വില തിരിച്ചറിയാൻ പലർക്കും പറ്റില്ല എന്നത്. വാർദ്ധക്യം ഒരു ശാപമല്ല, ഏറ്റവും സ്നേഹിക്കപ്പെടേണ്ട, കരുതേണ്ട കാലമാണ്. ഇനിയിപ്പോൾ വിദേശത്താണെങ്കിൽ കൂടി അമ്മച്ചിയോടും ചാച്ചനോടുമൊക്കെ ഇടയ്ക്കൊക്കെ വിളിച്ച് സുഖവിവരങ്ങൾ തിരക്കാൻ ബുദ്ധിമുട്ട് കരുതണ്ട. നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്നത് മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുമെങ്കിൽ അതല്ലേ നല്ലത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.